മനീഷ ചേച്ചി ആരെയത്? ചേച്ചിക്ക് ഇതെന്ത് പറ്റി? പനി പിടിച്ച? ചേച്ചിക്ക് ഇന്നലെ അവിടുന്ന് ഓട്ടോ ഓട്ടിട്ട് നിന്നെ ഇപ്പഴാണല്ലേ കാണുന്നത്. കൊള്ളാടി നീ എന്തായാലും. അത് ഞാൻ ആ ഫ്ലോയ്ക്ക് അങ്ങ്. അല്ല ചേച്ചി ഇന്നലെ കൂടോത്രം വെച്ചെന്ന് ആരെങ്കിലും പറഞ്ഞു? എന്തോന്ന് ചേച്ചിയാ? എന്നെ കൂടെ പോക്ക് ഞാൻ ഈ നാട് മൊത്തം പറയും. നീ നിന്റെ അമ്മാമയും കൂടി ഈ പഞ്ചായത്ത് മൊത്തം മുട്ട ഒഴിച്ചിട്ടിരിക്കുന്നു. എന്തോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്ന? ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പാടൊക്കെ സഹിച്ചേ. മിണ്ടൽ നീ. വല്ലാത്തൊരു വള്ളിയിലാണല്ലോ ദൈവമേ ഞാൻ കേറി പിടിച്ചത്. ചേച്ചി എന്തായാലും നമുക്കൊരു അബദ്ധം പറ്റി. ഇനി തമ്മി കിടന്ന് കുശുശു ഒന്നും വെക്കണ്ട. നമുക്ക് അതിനെ എങ്ങനെ മറികടക്കാന്ന് ആലോചിക്കാം. ഓ വന്ന് ഞൊണത്തള്ള. ഇനി സകല നുണയും കൊതി പറഞ്ഞിട്ട് ഈ തള്ള കൂട്ടുള്ളൂ. നീ വാ നമുക്ക് പുറത്തോടെ കാണാൻ പോവാം. ഞാനിപ്പോ വിചാരിക്കുന്നത് പുള്ളിയെ നേരിട്ട് നിന്ന് കണ്ട് കാലി പിടിച്ച് കാര്യം പറഞ്ഞാലോന്ന്. എന്ത് കാര്യം? അല്ല നമുക്കൊരു കയ്യബദ്ധം പറ്റിയതാ. കൂടോത്രം ചെയ്ത് നമ്മളാന്ന്. അയ്യോ അപ്പൊ ഐഡിയ ഒക്കെ എവിടെ നെട്ടിന്ന് നോക്കത്തില്ലേ? അതിന്റെ അമ്മ മോർന്നെന്ന് പറയണം. അയ്യോ അപ്പൊ എല്ലാരും അറിയത്തില്ല എന്റെ അമ്മ മുട്ട ഒഴിച്ചിടുന്ന കാര്യം. ഓ നമ്മളെ അമ്മാമ്മയും മുട്ടയും ചട്ടിയും കുറെ ആസേറി. നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ പുഞ്ചിരി പുഷ്പന്റെ വീട്ടിലെ ഏതോ നാറുകളെന്നുള്ള കൂടോത്രം വെച്ചാ? ഞാൻ അറിഞ്ഞായിരുന്നൊക്കെ. വല്ലാത്തൊരു സംഭവം പോയി. പുഷ്പനാരാ മോൻ? ഞാൻ കൊണ്ടുവന്ന കൂടോത്ര പൊടിയും കുഴിയെടുക്കാൻ കൊണ്ടുവന്ന കമ്പും കൊണ്ട് ആശുപത്രിയിൽ പോയേക്കുന്ന വിരലരാളത്തിനെ കൊണ്ടായാലും വെച്ചതന്റെ പോകുന്ന പുഷ്പം പറഞ്ഞേക്കുന്ന. പെട്ട് നമ്മള്. ഞാൻ ഇപ്പോഴാണ് ഈ കുമ്പി ഒരു കാര്യം ആലോചിച്ചാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എന്റെ വല്യമ്മച്ചിയുടെ കുഞ്ഞമ്മയുടെ ചിറ്റയുടെ മോക്കെ വയ്യാതെ നടക്കുക. നോക്കണം പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. പോട്ടെ. ഏത് ചിട്ടിയുടെ മോള്? ഞാനും വരുന്നു. എല്ലടി ചിറ്റ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് വന്നാ മതിയെന്ന്. സാരമില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. വേണ്ടെന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഓ കുരി എന്നെ കൊണ്ടേ പോത്തോള്.